ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുൻപ് ഹൈസ്കൂൾ ക്ലാസ്സിൽ ഹിന്ദി അധ്യാപകനാകണമെന്ന് തൻ്റെ ഹിന്ദി അധ്യാപകനോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതേ അധ്യാപകൻ്റെ റിട്ടയർമെൻറ്റ് വേക്കൻസിയിൽ അതേ സ്കൂളിൽ തന്നെ അധ്യാപകനായി കയറുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിയുണ്ട്. കോട്ടയം മൂലവട്ടം അമൃത സ്കൂളിലാണ്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ആ അധ്യാപകനും ആ വിദ്യാർത്ഥിയും ചേരുകയാണ്. ഈ സ്കൂളിൽ നിന്നും അമൃത സ്കൂളിൽ നിന്നും മാസങ്ങൾക്ക് മുൻപ് റിട്ടയർ ചെയ്ത വിരമിച്ച ഡോക്ടർ രാജേഷ് കെ പുതുമനയും അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്ന അഭിഷേകുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. സാറേ നമസ്കാരം. അഭിഷേക് നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വലിയ അപൂർവമായ ഒരു കാഴ്ചയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സാറ് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി സാറിൻ്റെ അതേ ക്ലാസ്സിൽ സാറിൻ്റെ അതേ വേക്കൻസിയിൽ ഇതേ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് സാർ ഈ ഒരു നിമിഷത്തെ കാണുന്നത്? അല്ല, നമ്മൾ ഈ അധ്യാപനം എന്ന് പറയുന്നത് ഒരു ജോലിയല്ലല്ലോ. അധ്യാപനമെന്ന് പറയുന്നത് നമ്മളൊന്നും ആഗ്രഹിക്കാതെ നമ്മുടെ മുമ്പിൽ വന്നു പെടുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയും വികാസവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തന്നെയല്ല, എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ, ഞാൻ 30 വർഷം ഈ സ്കൂളിൽ പഠിപ്പിച്ചു. എൻ്റെ 2 മക്കളും ഇവിടെ പഠിച്ചു. നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പഠിച്ചു ഉയർന്നു പോയി. അതേപോലെയാണ് എല്ലാ കുഞ്ഞുങ്ങളും. അല്ലാതെ എൻ്റെ കൊച്ചിനെ വേറെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് കൂട്ടത്തിലൊരു കാര്യം കൂടി, സാറ് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി കൂടിയാണ്. എന്നോട് ഇപ്പോൾ അഭിമുഖം നടത്തുന്ന മാധ്യമരംഗത്തെ പ്രസിദ്ധരായ ഈ രാകേഷ് എൻ്റെ വിദ്യാർത്ഥിയാണെന്നുള്ളതാണ് അതിലും വലിയ സന്തോഷം. അപ്പോൾ അഭിഷേക് സത്യം പറഞ്ഞാൽ ജനിച്ചതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. അച്ഛൻ അവിടെ നോർത്ത് ഇന്ത്യയിൽ ജോലിയായിരുന്നു, അമ്മ അവിടെ തന്നെയായിരുന്നു. ഇവർ ഒറ്റ മകനാണ്, ആണും പെണ്ണും എല്ലാം കൂടെ ചേർന്ന്. അങ്ങനെ ഒരു 6ാം ക്ലാസ് പ്രായത്തിലാണ് നമ്മുടെ സ്കൂളിലേക്ക് വന്നു. ഹൈസ്കൂളിലാണ് എനിക്ക് കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഹിന്ദി നാട്ടിൽ നിന്ന് വന്ന ഒരാൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിക്കുമ്പോൾ കുറേ കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ 11 കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഹിന്ദിക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, തമാശകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ഇവിടെ 8ാം ക്ലാസ്സിൻ്റെ അവസാനമാണ് അവൻ എന്നോട് ഒരിക്കൽ, അവൻ ഓർക്കാതാണോ ദീർഘവീക്ഷണത്തോടാണോ ഒന്നും അറിയില്ല, സാറേ എനിക്ക് ഹിന്ദി സാറാവണോ എന്ന് പറഞ്ഞു. അതിങ്ങനെ വർഷങ്ങൾ പോയി. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിൽ തന്നെ ഞാൻ പഠിപ്പിച്ച ഒരു 10ഓളം കുട്ടികൾ ഗവൺമെൻറ് സർവീസിലും എയ്ഡഡ് സർവീസിലും ഹിന്ദി അധ്യാപകരായിട്ട് ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഒക്കെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ ആഗ്രഹം പറഞ്ഞു. ഇങ്ങനെ നീങ്ങിപ്പോയി. പക്ഷേ ഒരു പറച്ചിൽ മാത്രമായിട്ട് അങ്ങനെ ഒരുപാട് സ്വന്തം ആഗ്രഹങ്ങൾ പറഞ്ഞ് ഒരുപാട് കുഞ്ഞുങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയ അനുഭവം എനിക്കുണ്ട് ഈ 30 വർഷം കൊണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കേട്ടു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞു. ഇദ്ദേഹം +2 ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് തന്നെ എടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ ഏക മകനെ എഞ്ചിനീയർ ആക്കണമെന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. അമ്മയ്ക്കൊരു തീവ്രമായ ആഗ്രഹം. അപ്പോൾ അമ്മ എന്നോട് വിളിച്ചിട്ട് ഒരു ദിവസം പറയുകയാണ്, സാറേ ഇവന് ബിടെക്കിന് വിടണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം, പക്ഷെ ഇവൻ ഹിന്ദി സാർ ആകണം എന്നും പറഞ്ഞ ഒറ്റ നിപ്പാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം വല്ലാതെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഫലം കണ്ടേ പറ്റൂ. ഞങ്ങൾ ധൈര്യമായിട്ട് അവനെ ഹിന്ദി കോഴ്സിന് വിടാൻ പറഞ്ഞു. അവനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഞാനും എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ ഹിന്ദി അധ്യാപകൻ, ആ രംഗത്തേക്ക് വരണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഹിന്ദി പഠിച്ചതും ഹിന്ദി അധ്യാപകനായതും. നിനക്കും ആ വഴി, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ മുന്നേറിക്കോളാൻ ഞാൻ പറഞ്ഞു 100%. അങ്ങനെ അദ്ദേഹം ചങ്ങനാശ്ശേരി NSSൽ BA ഹിന്ദി, MA ഹിന്ദി, B.Ed, കേറ്ററ്റ് എന്ന് വേണ്ട ഒരു ഹൈസ്കൂൾ അധ്യാപകനായിട്ട് നിയമനം കിട്ടാനുള്ള സംഗതികളെല്ലാം ഇതിനോടകം നേടി. അങ്ങനെ എനിക്ക് ഹിന്ദി സാർ ആകണമെന്ന് പറഞ്ഞ് എൻ്റെ ആ കുട്ടി മാർച്ച് 31-ാം തീയതി ഞാൻ പിരിഞ്ഞപ്പോൾ എൻ്റെ വിദ്യാലയത്തിൽ അവനിരുന്ന് പഠിച്ച ക്ലാസ് മുറിയിലേക്ക് തന്നെ ഇതാ അധ്യാപകരായിട്ട് എൻട്രി ചെയ്തിരിക്കുന്നു. അത് ഒരു ഇൻ്റർനാഷണൽ അവാർഡിനേക്കാളും വലിയൊരു ബഹുമതിയായ ഒരു അംഗീകാരം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാറ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അധ്യാപനം ഒരു ജോലിയല്ല, അതൊരു പക്ഷേ ഒരു സമൂഹത്തെ നേരെ അല്ലെങ്കിൽ നേരെ നടത്താൻ പറ്റുന്നൊരു വഴികാട്ടുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ അതൊരു സ്വന്തം വിദ്യാർത്ഥിക്ക് തന്നെ അത് കൈമാറി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സാറിന്? വലിയ സന്തോഷമല്ലേ. സ്വന്തം മക്കളും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്തയാൾ ഇവിടെ നിന്ന് പഠിച്ചു, ആളിപ്പോൾ ഒരു SBIയിൽ ഒരു ഉദ്യോഗസ്ഥയായി. ഇളയാൾ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ 97 മാർക്ക് കൂടി കഴിഞ്ഞ ആഴ്ച MA എക്കണോമിക്സ് പാസ്സായി. എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ വരണമെന്നേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു ലക്ഷ്യവും നമുക്കില്ല. നമ്മുടെ മുമ്പിൽ വന്നുപെടുന്ന ഏത് സാമ്പത്തിക സാഹചര്യത്തിലുമുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം സുഭദ്രമാക്കാനുള്ള ലെവലിലേക്ക് എത്തിച്ചേരണം. അതിന് ഒരു ഹൈസ്കൂൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പക്ഷേ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നടക്കുന്നത് ഈ LP UP ഹൈസ്കൂൾ ക്ലാസ്സുകളിലാണ്. പിന്നെ അവർ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു രംഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വളരെ അപൂർവമായി ഇവിടെ വൈദികനാകണമെന്ന് പറഞ്ഞ കുട്ടികൾ വൈദികരായിട്ടുണ്ട്, ഡോക്ടറാകണമെന്ന് പറഞ്ഞ കുട്ടികൾ ഡോക്ടറായിട്ടുണ്ട്, സിനിമാ രംഗത്തേക്ക് പോകണമെന്ന് പറഞ്ഞ ആൾക്കാർ സിനിമാ സംവിധായകരായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലെല്ലാം വ്യത്യാസപ്പെടുത്തുന്ന ഒരു സത്യമെന്ന് പറയുന്നത് എൻ്റെ പോസ്റ്റിലേക്ക് തന്നെ
എന്നോടാ പറഞ്ഞ വിദ്യാർത്ഥി എൻ്റെ പോസ്റ്റിലേക്ക് തന്നെ വരുന്നു എന്ന് പറയുന്നത് കാലം തീരുമാനിച്ച ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. എനിക്കവൻ എൻ്റെ 2 പെൺപിള്ളേരുടെ കൂട്ടത്തിൽ ഒരു പുത്രനായിട്ടാണ് കാണുന്നത്. എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങനെ, നിന്നെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരെയും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു എൻ്റെ ആ പോസ്റ്റിലേക്ക് തന്നെ അദ്ദേഹം വന്നപ്പോഴാണ് നമുക്കത് ഒരു വിസ്മയം ജനിപ്പിക്കുന്ന അനുഭവമായി മാറി. അതാണ് ഈ വാർത്തയുടെ ഒരു പ്രത്യേകത. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 8ാം ക്ലാസ്സിലിരുന്ന് പറഞ്ഞൊരു കഥ നമ്മൾ പലതും ക്ലാസ്സിലിരുന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്ര വലിയ തീവ്രമായ ഒരു ആഗ്രഹമായി ഉള്ളിലുണ്ടായിരുന്നു? എങ്ങനെയാണത്? അത് ആഗ്രഹമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്ന വഴി ആയിരിക്കുമല്ലോ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാൻ കൂടുതലും ശ്രമിക്കുക അതിനായിരിക്കും. അങ്ങനെയാണ് ഞാൻ സയൻസ് വിഷയം +1 +2 എടുക്കുന്നത്. അപ്പോൾ ആ പഠനത്തിൻ്റെ ഇടയ്ക്കും എനിക്ക് എൻ്റെ ആഗ്രഹം ഉള്ളിൽ അപ്പോഴും ഉണ്ട്. അങ്ങനെ മാർക്കുകൾ വരുമ്പോൾ ഒക്കെ എനിക്ക് +1 +2 200 മാർക്കും കിട്ടിയൊരു വിഷയമായിരുന്നു ഹിന്ദി എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലപ്പോൾ ഞാൻ എൻജിനീയറിങ്ങിന് പോവുക, എൻജിനീയറിങ് കോച്ചിങ് വരെ ഞാൻ ചേർന്നു. അപ്പോഴും എൻ്റെ ആഗ്രഹം ഞാൻ സാറിനോട് അറിയിച്ചു. സാറപ്പോൾ എനിക്ക് നൽകിയ ഒരു ആത്മവിശ്വാസമാണ് സത്യത്തിൽ എന്നെ ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. കാരണം സാർ അന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ അച്ഛനെ ഒരുപാട് പേര് ഇതേപോലെ എന്തിനാണ് മകനെ ഹിന്ദി പഠിപ്പിക്കാൻ വിടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് സാർ അന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതേ കാര്യം സാർ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ അത് നൽകിയൊരു ആത്മവിശ്വാസം വലുതായിരുന്നു. കാരണം നമ്മളൊരു ഹിന്ദി ആരും അങ്ങനെ എടുത്ത് പഠിക്കാത്തൊരു വിഷയം നമ്മൾ എടുത്ത് പഠിക്കും. പൊതുവെ നമ്മുടെ നാട്ടിൽ ഹിന്ദിക്ക് അത്ര വലിയ പ്രാധാന്യം ആരും കൊടുക്കാറില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അങ്ങനെ പഠനകാലത്തും ഒരുപാട് ചെറിയ ചെറിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ BA MA B.Ed ഒക്കെ പഠിക്കുമ്പോൾ കൂടുതലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ സാറ് കാരണമാണ് ഞാൻ ഡിഗ്രിക്ക് വരെ ഹിന്ദി എടുത്തത്. അതെ. അപ്പോൾ ഡിഗ്രി കാലയളവിലാണെങ്കിൽ തന്നെയും നമ്മൾ ക്ലാസ്സിൽ ഈ അധ്യാപകർ കൂടുതലും സ്ത്രീകൾ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ക്ലാസ്സിലും ഞാൻ ഒരു ആൺകുട്ടിയായിട്ടാണ് പഠിച്ച് വന്നതൊക്കെ. അപ്പോൾ ആ 3 വർഷം 2 വർഷം B.Ed ഒക്കെ പഠിച്ചതും അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു പഠനം തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ വെല്ലുവിളിയായിരുന്നപ്പോഴും നമ്മളത് പൂർത്തീകരിച്ചത് സാറിൻ്റെ ആ ഒരു നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ്. ആ പഠനമൊക്കെ പൂർത്തീകരിച്ച് നമ്മൾ ജോലിയിൽ പ്രവേശിച്ചതൊക്കെ സാറിൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ്. ഇന്നലെയാണോ ജോയിൻ ചെയ്തതോ? ഞാൻ 2 ദിവസമായി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുത്തിപ്പം തുടങ്ങി. എങ്ങനെയുണ്ട് ഒരു പഠിച്ച സ്കൂളിൽ തന്നെ അതേ ക്ലാസ്സിൽ തന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വരുമ്പോൾ, ഒരു സാറിൻ്റെ പിൻഗാമിയെ പഠിപ്പിക്കാൻ വരുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? അതുമാത്രമല്ല, ഇപ്പോൾ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ച കുറേ അധ്യാപകർ കൂടി ഉണ്ട് അവിടെ. അപ്പോൾ അവരോട് സംസാരിക്കുകയും അവർ നമ്മളെ വിളിക്കുകയും എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ അനുഭവങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് അവരോടൊപ്പം ആ സ്റ്റാഫ് റൂം ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു അനുഭവം ഞാൻ സാറുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സാറ് പോയ വേക്കൻസിയിലാണ് എനിക്ക് കിട്ടിയതെങ്കിലും സാറ് ഏൽപ്പിച്ചിട്ട് പോകുന്ന ഉത്തരവാദിത്തം അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് ഭംഗിയായി നിറവേറ്റണം എന്ന് ഉള്ള അതിലൊരു പ്രധാന കാര്യം, സ്കൂളിൽ സാറ് പഠിപ്പിച്ച 99% വിദ്യാർത്ഥികൾക്കും സാറിൻ്റെ ഒരു ഗൈഡൻസും മോട്ടിവേഷനും ഭയങ്കരമാണ്. സാറൊരു നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം വെറുമൊരു അധ്യാപകൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പല വിവിധമായ കഴിവുകളുണ്ട്. ഒരു ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ സിനിമ, മിമിക്രി, അങ്ങനെ പല മേഖലകളിൽ തെളിയിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയാകുക എന്ന് പറയുമ്പോൾ വലിയൊരു വെല്ലുവിളിയാണ്. കാരണം സാറ് ക്ലാസ് എടുക്കുന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുള്ളൂ. സാറ് ഈ നാടക രംഗത്തും കഥാപ്രസംഗവും ഒക്കെ ആയിട്ട് രംഗത്തുള്ളത് കൊണ്ട് സാറിൻ്റെ ക്ലാസ് എടുക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. നമ്മൾ കുട്ടികൾ ഒരിക്കലും ഒരു മടുപ്പ് തോന്നാത്ത രീതിയിൽ കുട്ടികളെ എൻഗേജ് ചെയ്തിരുത്തിക്കൊണ്ടാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അതിനാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നമുക്കതാണ്. കാരണം അത്രയും എൻഗേജിങ് ആയിട്ട് കുട്ടികളെ ക്ലാസ് എടുത്തിട്ട് ഒരു അധ്യാപകൻ പോകുമ്പോൾ പകരം വരുന്ന നമ്മൾ അതിൻ്റെ ഒരു അടുത്തെത്താനുള്ള ശ്രമത്തിലാണ് നമ്മളത് എത്താനുള്ള ശ്രമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറേ, വിദ്യാർത്ഥിയാണ്, അദ്ദേഹം അധ്യാപകനായിരിക്കുന്നു, കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം എന്തായിരിക്കും? അല്ല, ഞാനിപ്പോൾ അത് കേട്ടുകൊണ്ട് അഭിഷേക് പറയുന്ന ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്, ഞാൻ ആ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ധൈര്യമായിട്ട് വിടൂ, അതിന് ഫലമുണ്ടാവും. അപ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടെ ആ അമ്മയുടെ കണ്ണിലെ സന്തോഷത്തിൻ്റെ ആ ഒരു തിളക്കം കാണാൻ കഴിയുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. പിന്നെ അഭിഷേകിനെ സംബന്ധിച്ച് എനിക്ക് ഒരു സംശയവുമില്ല. ബേസിക്കലി അവൻ്റെ കയ്യിൽ ഹിന്ദിയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ കുറേ നാൾ പഠിച്ചതിൻ്റെ ബേസിക്കലി ഹിന്ദിയുണ്ട്. പിന്നെ അഭിഷേക് അല്ലാതെയും ചെയ്ത ഒരുപാട് സേവനങ്ങളുണ്ട്. കാരണം പിന്നെ നമ്മുടെ ഈ കൊറോണ കാലത്ത് ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യൻസ് ആയ ആൾക്കാരെ തിരിച്ചുവിടുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ സബ് കളക്ടർ ശിഖാ സുരേന്ദ്രൻ IAS ആണ്. നാളെ എന്നെ വിളിക്കുന്നു, ഇവരെ എല്ലാം ഒന്ന് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബസ് എവിടെ വരും, എങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഒരു 700-750 മൊബൈൽ നമ്പർ തന്നു. ഞാൻ അഭിഷേകിനെയും കുട്ടിയാണ്, എന്നേക്കാൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുന്നു. ഇവരെല്ലാം വിളിച്ച് നിങ്ങൾ എവിടെ നിൽക്കണം,
ജാർഖണ്ഡിന് പോകേണ്ടിയവർ ഏത് സ്റ്റേഷനിലാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിന് പോകേണ്ടിയവർക്ക് എവിടെ നിങ്ങളെ എടുക്കാൻ ബസ് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു കാര്യങ്ങൾ കൊടുത്തു. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഈ കോടതികളിൽ പിന്നെ ഈ ദ്വിഭാഷയുടെ ആവശ്യമുണ്ട്. പലതവണ നമ്മുടെ കോടതികളിൽ ഹിന്ദിക്കാർ പ്രതികളായിട്ട് വരുന്ന കേസിൽ ദ്വിഭാഷയായിട്ട് പോയത് അഭിഷേകാണ്. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ തിരുവാതിക്കൽ ഒരു ഇരട്ട കൊലപാതകം നടന്നല്ലോ, ഭാര്യയും ഭർത്താവിന്, ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട് പഴയത്. അവിടെ തെളിവെടുപ്പിന് വടക്കേന്ത്യക്കാരനെ പ്രതിയായിട്ട് പിടിച്ചപ്പോൾ രാവിലെ ഒരു 12:30 മുതൽ രാത്രി 2 മണി വരെയും പോലീസ് സേനയ്ക്ക് ദ്വിഭാഷയുടെ സഹായം ചെയ്ത് കൊടുത്ത അഭിഷേകമാണ്. അപ്പോൾ എനിക്ക് 100% വിശ്വാസമാണ്. പിന്നെ റിലേയിലൊക്കെ മത്സരത്തിൽ ഈ ബാറ്റൺ കൈമാറുക എന്ന് പറയുന്നത് ഞാൻ ബാറ്റൺ കൈമാറുന്നു. എനിക്ക് 100% ഉറപ്പുണ്ട്. സാറ് അത്ഭുതമൊന്നും ആയിരുന്നില്ല, ഞാൻ ആനന്ദിച്ച് പഠിപ്പിച്ചു. അതാണ് എൻ്റെ ഒരു രീതി. ഒരു വർഷം ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ എനിക്ക് പറ്റി. കഴിഞ്ഞ വെക്കേഷന് അഭിഷേക് ഒരിടത്ത് ഇങ്ങനെ ലീവ് വേക്കൻസി പഠിപ്പിച്ചപ്പോൾ എൻ്റെ അടുത്താണ് ട്രെയിനിങ്ങിന് വന്നത്, വെക്കേഷൻ ട്രെയിനിങ്ങിന്. അപ്പോൾ എനിക്കറിയാം, നന്നായിട്ടറിയാം. എനിക്കൊരു സംശയവുമില്ല, ഞാൻ എടുത്തതിനേക്കാൾ ഭംഗിയായി ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ അഭിഷേകിന് കിട്ടുന്ന മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു 11-12 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ കൂടുതൽ ഹിന്ദി പറയാനും ഹിന്ദി സംസാരിക്കാനും എല്ലാം അവസരമാണ്. എനിക്ക് ക്ലൈമാക്സിൽ ഇത്രേ പറയാനുള്ളൂ, വിഷയം ഏതുമായിക്കോട്ടെ, ഒരു സ്വപ്നത്തെ അതായത് അടിച്ചടത്തടിച്ചാൽ അമ്മിയും പൊടിയും എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ അടിച്ചടത്ത് തന്നെ അടിക്കണം, മാറി മാറിപ്പോയാൽ ഒന്നും കിട്ടില്ല. അവനാ അടിച്ചടത്ത് തന്നെ അടിച്ചു, അമ്മി പൊടിഞ്ഞ് സർക്കാർ ശമ്പളം ശ്രീപത്മനാഭൻ്റെ 4 ചക്രം വാങ്ങിക്കുന്നതിനുള്ള അവസ്ഥയിലേക്ക് എത്തി. അതിനൊരു ഏതെങ്കിലും തരത്തിലൊരു ഹേതുവാകാൻ സാധിച്ചതിൽ വല്ലാതെ ചാരിതാർത്ഥ്യമുണ്ട്. കോളേജ് കാലത്തും ഔദ്യോഗിക രംഗത്തുമൊക്കെ ഒരുപാട് അവാർഡുകളും ബഹുമതികളും ഒക്കെ കിട്ടി, ഒരുപാട് അംഗീകാരങ്ങളും ഒക്കെ കിട്ടി. അതിനേക്കാളൊക്കെ ഒരുപാട് മേലെയാണ് ഈ അനുഭവത്തിൻ്റെ ബഹുമതി എന്നുള്ളത് ഞാൻ വളരെ വിനീതമായിട്ട് ഉൾക്കൊള്ളുകയാണ്. ഏതായാലും വലിയൊരു സന്തോഷകരമായൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ പലതും കാണാറുണ്ട്. ആ സ്വപ്നങ്ങൾ സാറ് പറഞ്ഞതുപോലെ അമ്മിയിൽ ഇങ്ങനെ അടിച്ചടിച്ച് കൃത്യമായി വർഷങ്ങളോളം ആ സ്വപ്നം മനസ്സിലിട്ട് കൊണ്ടു നടന്ന് അത് യാഥാർത്ഥ്യത്തിലെത്തിച്ച് തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ തന്നെ റിട്ടയർമെൻറ്റ് വേക്കൻസിയിൽ അതേ സ്കൂളിൽ തന്നെ, താൻ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായി അദ്ദേഹം പ്രവേശിച്ചിരിക്കുകയാണ്. ഏതായാലും അഭിഷേകിനും പുതിയ ജോലിയിൽ വലിയ ആശംസകൾ നൽകുന്നു. അതുപോലെ തന്നെ സാറിന് അഭിമാനകരമായ ഒരു വിരമിക്കൽ കാലം. അപ്പോൾ രണ്ടുപേർക്കും ആശംസകൾ. താങ്ക് യു.